എന്താണ് ഒരു വാപ്പ? സത്യത്തിൽ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ഉപ്പാനെ ഓർക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് പറയാനും ഒരുപാട് ഓർക്കാനും നമുക്കുണ്ട് എന്നുള്ള സത്യമാണ്. സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നിറകുടമായിട്ടുള്ള ആ ഉപ്പ എന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമുക്കത് പിന്നീട് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. കാരണം നമുക്കറിയാം, എൻ്റെ ഉപ്പ മരിച്ചതാണ്, എൻ്റെ ഉമ്മയും മരിച്ചതാണ്. അവരുടെ വിയോഗം തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉപ്പ എന്ന് പറയാൻ ഉമ്മ എന്ന് പറയാനില്ലാത്ത ഒരവസ്ഥ. ഞാൻ പറയുന്നത് അതിപ്പോൾ 2 വർഷമായി വാപ്പ മരിച്ചിട്ട്. പക്ഷെ ഈ സദസ്സിൽ ഞാൻ കണ്ട് സാധാരണഗതിയിൽ ഒരു വാപ്പ മരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചുരുങ്ങിയത് ഒരു ചെറിയ മക്കൾക്ക് അതിന് ഏറ്റവും വലിയ വിഷമം ഉണ്ടാവുക. പക്ഷെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് 50കാരൻ, അതായത് നമ്മുടെ വാഴക്കാട്ടിൽ അഷ്റഫ് ഇവിടെ വെച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടിയ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. വാപ്പ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറേ ഒരു പ്രയാസപ്പെട്ടു അത് കേൾക്കുമ്പോൾ സമയത്ത്. അത് കഴിഞ്ഞ് 2-3 ആഴ്ച മുമ്പ് നമ്മുടെ മമ്പുറം നാസർ വന്നാണ്ട് വാപ്പ മരിച്ച കാര്യം പറഞ്ഞു. വാപ്പ ഉള്ള നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വാപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ട് മകനും പിടിച്ച് ഖബറിന്റെ അടുത്ത് ചെന്ന് ആ രംഗം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ വിങ്ങിപ്പൊട്ടുന്നത് ഞാൻ കണ്ടു. 50-40 വയസ്സുള്ള ഒരു സഹോദരന് പോലും സ്വന്തം വാപ്പയുടെ വിയോഗം, ആ വേർപാട് താങ്ങാൻ കഴിയില്ലെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം. 2-3 വയസ്സുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. 2-3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഉപ്പ അങ്ങോട്ട് മരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം നമുക്കൊക്കെ അറിയാം, ഉപ്പാന്റെ ആ വിരലും പിടിച്ച് പള്ളിയിലേക്ക് പോകാറുള്ള മകൻ, ഉപ്പായുടെ വിരലും പിടിച്ച് അങ്ങാടിയിലേക്ക് മിഠായി വാങ്ങാൻ പോകുന്ന മകൻ, ഇന്നലെ രാത്രി ഇഷ കഴിഞ്ഞ് പള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ കുറുപ്പത്തുനിന്ന് രംഗം കണ്ട്. എൻ്റെ ഒരു അയൽവാസി ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നിക്കാണ്. അവനുണ്ട് അവൻ്റെ 2-3 വയസ്സുള്ള കുഞ്ഞിനെ ചുമലിലും ഉയർത്തിപ്പിടിച്ച് കുറുപ്പത്തങ്ങാടി കൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാൻ സത്യം ഒരുപാട് നേരം നോക്കി നിന്നുപോയി. സഹോദരന്മാരെ, ഇതാണ് സ്വന്തം മക്കളെ ഒരു വാപ്പ നോക്കുന്നത്. ഈ വാപ്പ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആർക്കാ താങ്ങാൻ കഴിയുക? ഈ ഒരു 50കാരന് പോലും താങ്ങാൻ കഴിയാത്ത ഈ അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട ഒരു പിഞ്ച് പൈതലിന് എങ്ങനെ താങ്ങാൻ കഴിയുമെന്നാണ്. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി. നമുക്കറിയാം, ഒരു മകൻ അതിൽ വാപ്പ നഷ്ടപ്പെട്ട ഒരു പിഞ്ച് പൈതൽ കടന്നുകൊണ്ട് വിങ്ങി പൊട്ടുകയായിരിക്കാം. കാരണം ആ മകനെ എപ്പോഴും പിന്നീട് അങ്ങോട്ട് അങ്ങാടിയിൽ പോകാനോ പള്ളിയിൽ പോകാനോ ഒന്നും വാപ്പാന്റെ വിരല് കിട്ടുന്നില്ല. അങ്ങനെ ആ മകൻ കരയുകയാണ്. പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ നിൽക്കുന്ന സമയത്താണ് ഉമ്മ ഈ റോൾ ഏറ്റെടുക്കുന്നത്. ഉപ്പാന്റെ ആ റോള് ഉമ്മ ഏറ്റെടുക്കുകയാണ്. പിന്നീട് ഉമ്മക്ക് നമുക്കറിയാം എത്ര കൊണ്ടുപോകാൻ കഴിയും മകനെ പള്ളിയിലേക്ക്. കാരണം വിരലും പിടിച്ച് ഉപ്പാന്റെ പോകുന്ന പോലെ ഉമ്മ പള്ളിയിലേക്ക് പോകുന്നില്ല, അങ്ങാടിയിലേക്ക് അങ്ങനെ പോവില്ല. നമ്മുടെ അയൽപക്കത്തുള്ള നമ്മളൊക്കെ നമ്മളെ മക്കളായിട്ട് പള്ളിയിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ പിഞ്ച് പൈതലൊന്ന പള്ളിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങാടിയിലേക്ക് പോകാൻ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മുടെ സദസ്സിൽ വരുന്ന ഒരു കുട്ടി എഴുതി തന്ന ഒരു കത്തും കൂടി ഞാൻ ചെറിയൊരു കത്ത് വായിക്കാൻ. എൻ്റെ ഞാൻ പേര് പറയുന്നില്ല. ഞാൻ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. ഈ അടുത്താണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടത്. അതിനുശേഷം ഞങ്ങൾ വളരെ ദുഃഖത്തിലാണ്. ഞാനും എൻ്റെ 2 അനിയത്തിമാരും എൻ്റെ ഉമ്മയും ഇക്കയുമാണ് വീട്ടിലുള്ളത്. എൻ്റെ ഉപ്പയുള്ള കാലത്തിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചത്. എൻ്റെ ഉപ്പയെ ചികിത്സിക്കാൻ വേണ്ടി എൻ്റെ ഇക്കയും ഉമ്മയും ഒരുപാട് കടം വാങ്ങി. പക്ഷേ എന്നിട്ടും എൻ്റെ ഉപ്പയെ തിരിച്ചു കിട്ടിയില്ല. എൻ്റെ ഉപ്പ മരണപ്പെട്ടതിൻ്റെ 3ാമത്തെ ദിവസം എൻ്റെ ഉപ്പയുടെ സഹോദരിയും അനിയനും വന്ന് ഞങ്ങളെ 3 പേരെയും യത്തീംഖാനയിലേക്ക് ചേർത്തുവാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഉമ്മയുടെയും മിക്കയുടെയും കൂടെ നിന്ന് പഠിക്കാനായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുണ്ടായിരുന്നത്. അതിനുശേഷം അവർ ഞങ്ങളെ ഫോൺ പോലും വിളിച്ചിട്ടില്ല. നോക്കുന്ന സഹോദരന്മാരെ, അവരുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു? ഈ മക്കളെ പിടിച്ചുകൊണ്ട് യത്തീംഖാനയിൽ ചേർത്തണമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കൊടുക്കാത്തതിന് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ന് വരെ പിന്നീട് ഫോൺ പോലും വിളിച്ചിട്ടില്ല. ഞങ്ങൾ 4 പ്രാവശ്യമാണ് ബിസ്മിയിലേക്ക് വന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന വാക്കുകളും ഇവിടെ നിന്ന് കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. ഞങ്ങളെ സഹായിക്കുന്നവർക്കും ബിസ്മിയിലേക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയുമാറാവട്ടെ. ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി എഴുതി തന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് നമ്മുടെ ഓർഫൻ കെയർ, നമ്മുടെ ബിസ്മി ഏത് തരത്തിലാണ് നമ്മുടെ യത്തീമക്കളെ സംരക്ഷിക്കുന്നത് ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏകദേശം 315 കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ ബിസ്മി ഇവിടെ യത്തീം കുടുംബങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. 315 കുടുംബത്തെയാണ് 315 കുടുംബങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. ആ ഓരോ വീട്ടിലും 2 മക്കളുണ്ടെങ്കിൽ തന്നെ എത്ര ആയി? ആ ഏകദേശം 630ഓളം അല്ലെങ്കിൽ 700ഓളം അടുത്തോളം തന്നെ മക്കളുണ്ട്. ഈ അത്രത്തോളം മക്കളുള്ള ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. പറയുന്നത് ഈ അനാഥ മക്കളെ ബിസ്മി സംരക്ഷിക്കുന്നതിന് ഒരു പ്രത്യേക രീതി തന്നെയുണ്ട്. നമ്മൾ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൽ കൊണ്ടുപോയിട്ട് ഒരു മക്കളെയും ആക്കിയിട്ടില്ല.
ഞാൻ പറയുന്നത് നമ്മൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ബിസ്മി സംരക്ഷിക്കുന്നത് ആ മക്കൾ അവരുടെ ഉമ്മാന്റെ കൂടെ തന്നെ വീട്ടിലിരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ യൂണിഫോമും ബാഗും കൊടയും എല്ലാം നമ്മൾ നൽകിക്കൊണ്ടാണ് ആ മക്കളെ നമ്മൾ സംരക്ഷിക്കുന്നത്. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് നമ്മളത് കൊടുത്തു പോരുന്നു. ആ ഉമ്മാന്റെ കൂടെ തന്നെ നിർത്തിയാണ് ബിസ്മി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ മക്കൾക്ക് ഒരിക്കലും ഉമ്മ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി ഓർത്തു പോവാണ് സഹോദരന്മാരെ. ഞാൻ എന്നും രാവിലെ വരുമ്പോൾ എൻ്റെ ചെറിയ മോളും രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ചിന്തിച്ചു പോയി, ഞാൻ പഠിച്ചോന്ന് പറയുമ്പോൾ ഞാനില്ലാത്തൊരവസ്ഥ ഒന്നാലോചിച്ച്, നിങ്ങൾക്കുണ്ടാകും ചിലപ്പോൾ 2-ലോ 3-ലോ പഠിക്കുന്ന മക്കൾ. ഒന്നാലോചിച്ച് അത്തരത്തിൽ പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് മരിക്കുമ്പോൾ ഇമ്മാന്റെ അടുത്തുനിന്നും കൂടി വലിച്ചു കൊണ്ടുപോയാണ്ട് ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിനുള്ളിൽ താമസിപ്പിക്കാൻ തുടങ്ങി. എന്തായിരിക്കും അവസ്ഥ? കാരണം ഈ മക്കളെ കൊണ്ട് നിർബന്ധമായിട്ട് വീട്ടിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കണം. അവരുടെ ഉമ്മാന്റെ ചിറകിന്റെ അടിയിൽ തന്നെ വളരണം. കോഴിക്കുഞ്ഞുങ്ങളെ നോക്കുന്ന തള്ളക്കോഴിയെ പോലെ നമ്മളായിരിക്കണം അവർ നോക്കേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ ചില മക്കളുണ്ട്, 2-3 വയസ്സുള്ള ഒരു പൊന്നു പറഞ്ഞ കുട്ടിയുണ്ട്. അത് കഴിഞ്ഞ് 4 വയസ്സിലൊരു മിന്നു എന്ന് പറഞ്ഞ കുട്ടിയുടെ കുട്ടികളെ ഒറിജിനൽ പേര് എനിക്കറിയില്ല. ആ കുട്ടീനുമായിട്ട് ഒരു ദിവസം ഞാൻ വെറുതെ ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ പോയി ആ റോഡിന്റെ അടുത്തപ്പോൾ ഞാൻ തമാശ ഒരു വെറുതെ ചോദിച്ചു പോയതാ, മിന്നുമോള് ഉപ്പച്ചിനെ കണ്ടിട്ടുണ്ടോ മിന്നു എന്ന് ചോദിച്ചു. കാരണം ഒരു എത്തിയും കുട്ടീന്റെ അവസ്ഥ 4 വയസ്സുകാരിൽ ഒന്ന് അർത്ഥമില്ലെന്ന് ചോദിച്ചു പോയത്. കാരണം ആ കുട്ടി അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ഉപ്പച്ചി ഒളിച്ചു നിൽക്കുകയാണ്. അപ്പൊ എവിടെ വിളിച്ചു? അപ്പൊ ഞാൻ വെറുതെ അങ്ങനെ താഴെങ്കിലും നടന്നു പോയി, എവിടെ വിളിച്ചിക്കണം മുത്തു എന്നോട് ചോദിച്ചപ്പോ പറയാ, ഉപ്പച്ചി ഗൾഫിലാ, വരൂല, ഇപ്പച്ചിക്ക് ഇന്ന ഇഷ്ടമല്ല. ഇത് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി. കാരണം ആ കുട്ടീനോട് നമ്മൾ എന്താ പറയാ? സഹോദരന്മാർ നോക്കി, നമുക്കുണ്ടാ പ്രായത്തിലൊരു മക്കള്, അവിടെ നമ്മൾ ചിന്തിക്കണത് നമ്മളെ മക്കൾ നമ്മൾ ഉപ്പച്ചിനെ കാണാൻ എത്ര നേരം നമ്മൾ വിഷമിക്കവര്. ഈ അവസ്ഥയിലാണ് ആ പൈതൽ പറയുന്നത്, എന്റെ ഉപ്പച്ചി ഒളിച്ചു നിൽക്കുക. ആ കുട്ടിക്ക് അറിയില്ല ഉപ്പച്ചി മരിച്ചിട്ടില്ല. ആ കുട്ടിയാണ് അത്തരത്തിലുള്ള മക്കളാണ് അവിടെ വരുന്നത്. എന്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ഇന്ന സ്ഥലത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ ഉപ്പ മരിച്ചിട്ട് ഇക്കഴിഞ്ഞ മുഹറം 10 1 വർഷം തികഞ്ഞു. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ ജീവിച്ചു പോയിരുന്നത്. ഗൾഫിൽ നിന്ന് ഉപ്പ അയച്ചു തരുന്ന പൈസ കൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. 3 വർഷമായിരുന്നു ഉപ്പ പോയിട്ട്. 1 മാസം അവിടെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നു. മുഹറം 10 അന്ന് ഉപ്പ മരിച്ചു. വെള്ളിയാഴ്ച മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഉപ്പാന്റെ മയ്യത്ത് ഉപ്പയുടെ മരണശേഷം ഞങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തിലായിരുന്നു. ഉമ്മാന്റെ യുദ്ധ കാലാവധി തീരുന്നതിന് മുമ്പേ ഞങ്ങളുടെ അത്യാവശ്യങ്ങൾ നടത്താൻ വേണ്ടി ഉമ്മ പണിക്കിറങ്ങേണ്ടി വന്നു. ഇവിടുന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, ഞങ്ങളുടെ ഉമ്മ ആ യുദ്ധ കഴിയുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ പള്ള തീർക്കാൻ വേണ്ടി, പട്ടിണി മാറ്റാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നാ പറയുന്നത്. ഉമ്മക്ക് എപ്പോഴെങ്കിലും ഒരു പണി കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോന്നിരുന്നത്. ബിസ്മിയിൽ എത്തിയ ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ഭക്ഷണ സാധനങ്ങളും കാണാൻ തുടങ്ങിയത്. ഇവിടെ വന്നാലേ ഞങ്ങളുടെ വീട്ടിലേക്ക് മര്യാദയ്ക്ക് സാധനം കിട്ടാൻ തുടങ്ങിയത്. നോമ്പിന് ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ ബിസ്മിയിൽ നിന്ന് കിട്ടി. എത്ര വലിയ കാര്യത്തോടെ നോമ്പിന്റെ കാര്യങ്ങൾ ഇത് വരാൻ പോവുകയാണ് നമുക്ക് നോമ്പ്. ഒരു വീട്ടിലെ ഒരു കുടുംബത്തിൽ കിട്ടിയപ്പോൾ ആ കുട്ടി അത് എത്ര കണ്ട് ഓർത്ത് വെച്ചെന്ന് ആലോചിച്ച് നോക്കൂ. നോമ്പിന് ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ ബിസ്മിയിൽ നിന്ന് കിട്ടി. നോമ്പ് കഴിയുന്നത് വരെയുള്ള ഈത്തപ്പഴവും കിട്ടി. സമാധാനത്തോടെ അങ്ങനെ ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞു. ഇതിലേറെ സന്തോഷത്തോടു കൂടി പെരുന്നാളിന് ബിസ്മിയിൽ നിന്ന് ഡ്രസ്സും ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി. അള്ളാഹു അത് തന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. കഴിഞ്ഞ നോമ്പിന് നടന്നൊരു സംഭവം പറഞ്ഞു തന്നെ, അതായത് ഈ ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടി, ഭക്ഷണം കിട്ടി, കാരക്ക കിട്ടി. ഒരു കാരക്ക തന്ന പാക്കറ്റിൽ വലിയ കാര്യമാണ്. കാരക്ക പോലും എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമാക്കി എഴുതി വെച്ചുകൊണ്ട് ആ കുട്ടി പ്രാർത്ഥിച്ചുക. അയൽവാസി കുട്ടികളൊക്കെ ഡ്രസ്സ് എടുത്ത് അതിന്റെ അഭിപ്രായങ്ങളും മഹിമകളും അവരുടെ ഉമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ ഇത് കേട്ട് മുറ്റത്തുണ്ടായിരുന്ന ഉമ്മ പൊട്ടിക്കരഞ്ഞ് അകത്തേക്ക് ഓടി വന്നു. അതിന്റെ പിറ്റേത്തെ ആഴ്ചയാണ് ഞങ്ങൾ ബിസ്മിയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ബിസ്മിയിൽ വന്നപ്പോഴാണ് ഡ്രസ്സുള്ള കാര്യം അറിയുന്നത്. എത്ര കാലം കഴിഞ്ഞാലും ഞങ്ങൾ ബിസ്മിയിൽ ഉണ്ടാകും. അത് ആലോചിച്ച് നോക്കുന്ന സാധനം ഇവിടെ വന്നപ്പോൾ ആ കുട്ടികൾക്ക് ഡ്രസ്സ് കിട്ടി. ആ ഒരു കാര്യം വലിയ സംഭവമല്ല. ആ കുട്ടി ആ പൈതലോട് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് പല സഹോദരന്മാരും പേന, പെൻസിൽ, മറ്റുള്ള കാര്യങ്ങൾ, കളിപ്പാട്ടങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നവരാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുവിടും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പെണ്ണ് മതി, 5 ഉറുപ്പ്യയും 100 പെണ്ണ് അങ്ങനെ 500 ഉറുപ്പ്യ കൊടുത്താൽ മതി. 500 ഉറുപ്പ്യ എടുത്തിട്ട് 100 പെണ്ണെങ്കിട്ട് ആ കുട്ടികളെ കയ്യിൽ നിന്ന് കൊടുത്തോക്കി. ഇങ്ങനെ ഐറ്റങ്ങളെ കണ്ണിങ്ങനെ വിടർന്നു വരുന്നത് കാണാം. ഒരു പെൻസിൽ കൊടുത്തോക്കി. ആ മക്കൾക്ക് അത് വലിയ സന്തോഷമാണ്. എത്ര ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയല്ലേ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് മാറും.